ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്ന് നമ്മുടെ മീഡിയ അവയർനെസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒരു ആൾക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്. ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മിക്കവാറും നമ്മുടെ ആശുപത്രിയിലൊക്കെ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് അവർ ഫസ്റ്റ് എയ്ഡ് ഒന്നും കൊടുക്കാതെ ഓടി ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് പേഷ്യൻ്റ് ചിലപ്പോൾ മരണം സംഭവിച്ച് കാണാം. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് കൊടുത്താൽ ചിലപ്പോൾ മിക്കവാറും പേഷ്യൻ്റ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ പത്മകുമാർ സാറാണിതെല്ലാം പറഞ്ഞു തരുന്നത്. വൈദ്യുതി ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. എന്നാൽ പലപ്പോഴും വൈദ്യുതാഘാതം മരണകാരണമായി മാറാറുണ്ട്. ഇൻസുലേഷൻ ഇല്ലാത്ത ഗൃഹോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ പൊട്ടിക്കിടക്കുന്ന വൈദ്യുതി കമ്പിയിൽ അറിയാതെ ചവിട്ടുമ്പോഴുമൊക്കെ ദാരുണമായി മരണപ്പെടുന്ന വ്യക്തികളുടെ വാർത്തകൾ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. ഇലക്ട്രിക് ഷോക്കിനെ തുടർന്ന് മരണമുണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഹൃദയാഘാതമാണ്. ഹൃദയസ്പന്ദനത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും മരണകാരണമായി മാറുന്നു. ഹൃദയ സംബന്ധിയായ പ്രശ്നങ്ങൾ കൂടാതെ മറ്റു പല പ്രശ്നങ്ങളും വൈദ്യുതാഘാതത്തെ തുടർന്ന് ഉണ്ടാകാം. ന്യൂമോണിയ, ശ്വാസതടസ്സം, ഉദര രക്തസ്രാവം, വൃക്കസ്തംഭനം, നാഡീഞരമ്പുകളുടെ തകരാറുകൾ തുടങ്ങിയവയെല്ലാം വൈദ്യുതാഘാതത്തിൻ്റെ സങ്കീർണതകളാണ്. വൈദ്യുതാഘാതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ശ്രമിക്കേണ്ടത് ആ വ്യക്തിയെ വൈദ്യുതി ബന്ധത്തിൽ നിന്ന് എത്രയും വേഗം വേർപെടുത്തുക എന്നുള്ളതാണ്. അതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ പ്ലഗ് ഊരുകയോ അല്ലെങ്കിൽ ഫ്യൂസ് ഊരുകയോ ചെയ്താൽ എത്രയും വേഗം ഈ വ്യക്തിയെ ആ വൈദ്യുതി ബന്ധത്തിൽ നിന്ന് നമുക്ക് വേർപെടുത്തുവാൻ സാധിക്കും. അതിനായി ഉണങ്ങിയ ഒരു മരക്കഷ്ണമോ അല്ലെങ്കിൽ ഒരു കമ്പിൻ്റെ കഷ്ണമോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ബന്ധത്തിൽ നിന്നും തട്ടി നീക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ കഴിയുന്നതും ചെരുപ്പുകൾ ധരിച്ചുകൊണ്ട് വേണം പ്രഥമ ശുശ്രൂഷകൻ ഈ ഒരു പ്രക്രിയ ചെയ്യുവാൻ. ചെരുപ്പുകൾ കിട്ടാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ഉണങ്ങിയ ഒരു പലകയുടെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ച് പേപ്പറുകൾ അട്ടിയായിട്ടിട്ട് അവയുടെ മുകളിൽ നിന്നുകൊണ്ടോ ഉണങ്ങിയ ഒരു കമ്പ് കൊണ്ട് തട്ടി മാറ്റി ഈ വ്യക്തിയെ വൈദ്യുതാഘാതത്തിൽ നിന്നും വേർപെടുത്തണം. അങ്ങനെ വേർപെടുത്ത വ്യക്തിയെ ഒരു വെറും നിലത്ത് കിടത്തി അടുത്ത നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയുടെ ഹൃദയ സ്പന്ദനവും അതുപോലെ തന്നെ ശ്വസന സ്ഥിതിയും എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക. ഹൃദയസ്തംഭനത്തിൻ്റെയും അതുപോലെ തന്നെ ശ്വസന സ്തംഭനത്തിൻ്റെയും ബാഹ്യലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി കൃത്രിമമായിട്ടുള്ള ഹൃദയ സമ്മർദ്ദം നൽകി ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പലപ്പോഴും വൈദ്യുതാഘാതത്തിൽപ്പെട്ട വ്യക്തിക്ക് സങ്കീർണതകൾ ഉണ്ടാകുന്നത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം. ന്യൂമോണിയ പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശ്വസന സ്തംഭനം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദിവസങ്ങൾക്ക് ശേഷം ആയിരിക്കാം എന്നതുകൊണ്ട് ബോധം വീണ്ടു കിട്ടിയാൽ പോലും വൈദ്യുതാഘാതമേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യസഹായം തേടുവാൻ ഒരു കാരണവശാലും മടിക്കരുത്.